Hello everyone, welcome to Bhaskar's Engineering Maths, a world of plus points. Okay, we are start with some problems on the first module of linear algebra and calculus, that is the problems on a rank of a matrix. Rank of a matrix. As you know, rank of a matrix is the number of linearly independent rows in the matrix, that is equal to, for problems we are using the formula or using the criterion, it is the number of non-zero rows in the matrix. അതായത് ഒരു മെട്രിക്സിനെ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. നമ്മളത് ലാസ്റ്റ് എണ്ണി എടുക്കുക, നോക്കിയോളൂ. അതായത് നമുക്ക് ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദ ഗിവൺ മെട്രിക്സ് ഇൻ ടു എക്ലോൺ ഫോം. See the steps. Here is the given matrix A. Matrix A equal to first row, it is 1, 2, 3, we can say it is R1, that is row 1. 1, 4, 2, it is row 2, that is R2. ഇങ്ങനെയൊന്നും എക്സാമിന് എഴുതണമെന്നില്ല കേട്ടോ, നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ എഴുതുന്ന R1, R2, R3. തേർഡ് റോ ഈസ് R3. പെൻസിൽ കൊണ്ടും എല്ലാം എക്സാമിന് എഴുതിയിട്ട് നമുക്കത് ഇറേസ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. So, we are applying the elementary transformations on this matrix. First, mark the pivot element, the first non-zero entry in the first row. First non-zero entry, that is 1. It is the pivot. ഇനി എന്താ ചെയ്യണ്ടേ? ഈ പിവോട്ട് എലമെൻറ്റിൻ്റെ താഴെയുള്ള കോളംസിലെ എലമെൻറ്റ്സ് സീറോ ആയിട്ട് മാറ്റണം. അതിന് ഈ എൻട്രി സീറോ ആക്കണമെങ്കിൽ റോ 2 സെക്കൻഡ് റോയ്ക്ക് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. ഈ എലമെൻറ്റ് സീറോ ആക്കണമെങ്കിൽ തേർഡ് റോയ്ക്ക് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. സോ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കിട്ടിയ മെട്രിക്സിനെ നമ്മൾ ഒരിക്കലും ഈക്വൽ എന്ന് പറയില്ല, ഈക്വലൻറ്റ്. സോ ഐ ആം മാർക്കിംഗ് ഈക്വലൻറ്റ്. First row there is no change, that is 1, 2, 3. I am going to apply the change for second row, that is R2 and R3. നമുക്കറിയാം ഈ 1 എന്നുള്ള എലമെൻറ്റിനെ സീറോ ആക്കണമെങ്കിൽ ഈ ഫസ്റ്റ് റോ, അതായത് കോൺസ്, ഇത് പിവോട്ട് റോ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ലീഡിങ് റോ എന്നാണ് പറയുക. അപ്പോൾ ലീഡിങ് റോയിലെ എൻട്രീസ്, ആ എൻട്രീസ് വെച്ച് അല്ലെങ്കിൽ ലീഡിങ് റോ വെച്ചിട്ടേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം R2 വിത്ത് റെസ്പെക്ട് ടു R1 ആൻഡ് R3 ടു R1, അല്ലാതെ വേറെ റോ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ അലോട്ടഡ് അല്ല. അപ്പം R2നെ R1 വെച്ചോ R3യെ R1 വെച്ചോ ഓപ്പറേറ്റ് ചെയ്യാം. സോ R2 എലമെൻറ്റ്, കറസ്പോണ്ടിങ് എലമെൻറ്റ്, ആ കോളത്തിലെ എലമെൻറ്റ് 1 ആണ്. ഈ 1നെ സീറോ ആക്കണമെങ്കിൽ ഇത് വെച്ച് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. So 1 minus 1 is 0. Then here this element, this entry becomes 0. So what is the transformation? We are going to apply the transformation. R2 is changed to R2 minus row 2 minus row 1, that is R2 minus R1. ഈ രണ്ട് റോയ്ക്കുള്ള ചേഞ്ച് ഒറ്റ മെട്രിക്സ് നമുക്ക് ചെയ്യാം. കുറേ റോസ് ഉള്ള, കുറേ ട്രാൻസ്ഫോർമേഷൻ ഉള്ള മെട്രിക്സ് വരുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. സോ തേർഡ് റോ 2നെ സീറോ ആക്കണമെങ്കിൽ എന്ത് വരും? 2 0, 2 minus 2, അതാണ് ഈസിയർ. അപ്പം 2 minus 2, ഈ റോ 1 വെച്ചിട്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ 2 minus 2 വരണമെങ്കിൽ ഈ റോയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇത് 2 ആകും. സോ 2 minus 2 0 വന്നോളൂ. സോ എന്ത് അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ത് വരും? R3 gives or change to R3 minus, that is 2 minus 2R1, that is 2R1. So first നമ്മൾ ഈ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. കറസ്പോണ്ടിങ് എലമെൻസിനെല്ലാം ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം, ഈ റോ ട്രാൻസ്ഫോർമേഷൻ. സോ R2 gives R2 minus R1, 1 minus 1, 0. 4 minus 2, 2. 2 minus 3, minus 1. Now third, R3 minus
2r1. ഇതാ ഇവിടെ R2 gives R2 minus R1 നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള R3 gives R3 minus 2R1. അപ്പോൾ ഇതിന് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട് R3 ആദ്യം അങ്ങോട്ട് എഴുതുക, ദെൻ 2R1 അതിൻ്റെ അടിയിൽ എഴുതുക. അപ്പോൾ നമ്മൾ എന്നിട്ട് സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ നമുക്ക് തെറ്റില്ല. അപ്പോൾ R3 എഴുതി. R3 എന്ന് പറഞ്ഞാൽ 265 എഴുതി. 265. 2R1 ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So 2, then 2 into 2 4, 3 into 2 6. ഇനി കണ്ടോ R3 minus 2R1. ഇത് സബ്ട്രാക്ട് ചെയ്ത് അങ്ങ് എഴുതിയിട്ട് ഇതങ്ങോട്ട് നേരിട്ട് ഇവിടെ അങ്ങ് എടുത്തെഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടാവത്തില്ല. 2 minus 2 0, 6 minus 4 2, 5 minus 6 minus 1. Now the third row is 0, 2, minus 1. ഇനി നമുക്കിത് ഇറേസ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ അന്ന് എഴുതുക, എന്നിട്ട് ഇറേസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് നോക്കുക. അടുത്ത സെറ്റിൽ അടുത്ത എലമെൻറ്റ് അടുത്ത മെട്രിക്സിലേക്ക് നോക്കുക. അപ്പം ഫസ്റ്റ് റോ കഴിഞ്ഞു, ഫസ്റ്റ് റോയുടെ ഇത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ 1 ആണ്, അതിൻ്റെ താഴെയുള്ള രണ്ടും 0 ആക്കി. ഇനി നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വരിക. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് ഏതാണെന്ന് നോക്കുക. അതായത് സെക്കൻഡ് റോയിലെ 0 അല്ലാത്ത ആദ്യത്തെ എലമെൻറ്റ് അത് വേണം നോക്കാൻ. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇതല്ലേ, 0 അല്ലാത്ത ആദ്യത്തെ എലമെൻറ്റ്. നൗ ദിസ് ഈസ് ദ പിവേർട്ട്. അപ്പോൾ ഇതാണ് പിവേർട്ട്. ഇനി എന്താ സെയിം പ്രോസസ്സ് നമ്മൾ ഫസ്റ്റിന് ചെയ്ത എന്താ, പിവേർട്ടിൻ്റെ താഴെയുള്ളതിനെ 0 ആക്കാനുള്ള ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഈ 2ൻ്റെ താഴെയുള്ള ഈ 2നെ 0 ആക്കാനുള്ള റോ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് ആലോചിക്കുക. ഇത് ക്ലിയർ അല്ലേ? നമുക്ക് സിമ്പിളായിട്ട് അറിയാം. ഈ എലമെൻറ്റിനെ 0 ആക്കാൻ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് റോയ്ക്ക് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിവേർട്ട് കിടക്കുന്ന റോയ്ക്ക് മാത്രമേ എപ്പോഴും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം നമ്മളെല്ലാം R1-നാണ് ഓപ്പറേറ്റ് ചെയ്ത്. ഇനി നമ്മളുള്ള ഓപ്പറേഷൻ R2-നോട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ R3 പറയാമോ? R3യുടെ ട്രാൻസ്ഫോർമേഷൻ എന്താ ഇവിടെ വരണ്ടേ? ഈ 2നെ 0 ആക്കണമെങ്കിൽ R3 gives R3 minus R2. അപ്പോൾ ഫസ്റ്റും സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. ഞാനത് അങ്ങനെ തന്നെ എഴുതുകയാണ്. 1 2 3 0 2 minus 1. ഇനി R3 gives R3 minus R2. ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതുപോലുള്ള ട്രാൻസ്ഫോർമേഷനൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ എഴുതിയാൽ മതി സെപ്പറേറ്റ്. ഇല്ല എങ്കിൽ വെറുതെ സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ 0 minus 0, 2 minus 2 0, minus 1 minus minus 1, that is 0, minus 1 plus 1 വരും. നോക്കിയേ ലാസ്റ്റ് റോ നോക്കിയേ. ലാസ്റ്റ് റോ 0 റോയായി. 0 റോ എന്ന് പറഞ്ഞാൽ 0 മാത്രമുള്ള റോയാ. ഇത് നോൺ സീറോ റോയാണ്. ഇത് ഒരെണ്ണമെങ്കിലും 0 വന്നാൽ പോരാ, എല്ലാം 0 ആയാലേ 0 റോ ആവുള്ളൂ. അപ്പം ഇത് രണ്ടും നോൺ സീറോ റോസ് ആണ്. ഇത് മാത്രമേ ഉള്ളൂ 0 റോ. എങ്ങനെയാണ് റാങ്ക് കാണുക? റാങ്ക് ഈക്വൽ ടു, നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്? റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ദ മെട്രിക്സ്. എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് ഈ സ്റ്റെപ്പ് മിസ്സാവല്ലേ, നോൺ സീറോ റോസ് ഇൻ എ. തന്നിരിക്കുന്ന മെട്രിക്സിലെ 0 അല്ലാത്ത റോസ് അതാണ് ഇവിടെ എഴുതേണ്ടത്. 0 അല്ലാത്ത റോസ് എത്രയുണ്ട്? ഇത് 0 റോ അല്ല, ഇത് 0 റോ അല്ല. അപ്പോൾ എത്രയാ? 1 2. ഇതാണ് 0 റോ. സോ ഈക്വൽ ടു 2. സോ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. അതിലെ 0 റോസ് ഒഴിച്ചുള്ളത് എണ്ണിയെടുക്കുക. അതാണ് നോൺ സീറോ റോസ് എണ്ണിയെടുക്കുക. അപ്പം മറ്റൊരു പ്രോബ്ലമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ടിൽ ദെൻ ബൈ.